നിങ്ങളെല്ലാവരും ആവേശത്തോടെ തന്നെ എൻ്റെ കഥ ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ രാത്രികളെ സുന്ദരമാക്കുന്ന സുന്ദരമായ കഥകളും മായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. എന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കഥകളുമായി വരാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോൾ വേഗം തന്നെ നമുക്ക് നമ്മുടെ കഥയിലേക്ക് കടന്നാലോ? പിന്നെ എൻ്റെ രണ്ടാനമ്മ അവരൊരു കിടിലൻ തന്നെയായിരുന്നു. നിങ്ങൾക്ക് കേൾക്കണ്ടേ? അപ്പോൾ എല്ലാവരും വേഗം തന്നെ കാതോർത്തിരിക്കട്ടോ. അപ്പം നമുക്ക് കഥയിലേക്ക് കിടക്കാം. എൻ്റെ പേര് റോഷൻ, വീട്ടിൽ ചന്തു എന്ന് വിളിക്കും. പഠിത്തം കഴിഞ്ഞാൽ എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ ക്രിക്കറ്റ് കളിയും നന്നായി കളിക്കുമായിരുന്നു. അതുപോലെ ബാക്കി എല്ലാ കാര്യത്തിലും ഞാനൊരു മിടുക്കൻ തന്നെയായിരുന്നു. അച്ഛൻ മനോജ്, അച്ഛൻ ചെറിയ ഡ്രസ് ഹോൾസെയിൽ ബിസിനസ് ആയിരുന്നു. എൻ്റെ അമ്മ ചെറുപ്പത്തിൽ തന്നെ അറ്റാക്ക് വന്ന് മരിച്ചിരുന്നു. ആദ്യത്തെ അമ്മയൊക്കെ ഒരു ഓർമ്മ മാത്രമായിരുന്നു എനിക്ക്. അതിനുശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാണ് അച്ഛൻ എൻ്റെ രണ്ടാനമ്മയെ, അതായത് രേഖ എന്നായിരുന്നു അമ്മയുടെ പേര്. രണ്ടാം വിവാഹമാണെങ്കിലും എനിക്ക് സ്വന്തം പോലെ തന്നെയായിരുന്നു രേഖമ്മ. അച്ഛന് 56 വയസ്സും രണ്ടാനമ്മയ്ക്ക് 51 വയസ്സും ഉണ്ടായിരുന്നു. എൻ്റെ രേഖമ്മയെ കുറിച്ച് വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതീവ സുന്ദരി തന്നെയായിരുന്നു. ഒരിക്കൽ രാവിലെ ലേറ്റായിട്ട് മുഴങ്ങിയ എൻ്റെ ഫോണിലെ അലാറം കേട്ടാണ് ഞാനും രണ്ടാനമ്മയും ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒരു സ്വപ്നലോകത്തിൽ നിന്നും തിരിച്ചു വന്ന പോലെ അമ്മ വേഗം ഡ്രസ്സെല്ലാം നേരെയിട്ട് പുറത്തേക്ക് ഓടി. പിന്നാലെ ഞാനും എഴുന്നേറ്റു. അങ്ങനെ കിടന്നു. അച്ഛൻ്റെ രണ്ടാം വിവാഹം കഴിയുമ്പോൾ എനിക്ക് 18 വയസ്സായിരുന്നു പ്രായം. ഞാൻ അമ്മയെ പേരുകുട്ടി രേഖമ്മ എന്നായിരുന്നു എപ്പോഴും വിളിക്കാറ്. അമ്മയ്ക്ക് അത് തന്നെയാണ് ഏറെ ഇഷ്ടം. അങ്ങനെ ഒരിക്കൽ അച്ഛനും രണ്ടാനമ്മയും വളരെ ഫ്രണ്ട്ലിയും അതുപോലെ റൊമാൻസ് എല്ലാ ചെറുവിധം ഒരു അടിപൊളി ലൈഫ് തന്നെയായിരുന്നു. എപ്പോഴും ഞാനും ഹാപ്പി ആയിരുന്നു. എൻ്റെ കാര്യങ്ങൾ രേഖമ്മ നന്നായി തന്നെ ശ്രദ്ധിക്കുമായിരുന്നു. സ്വന്തം മകനെ പോലെ ആണ് എന്നെ കണ്ടിരുന്നത്. രേഖമ്മയെ എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. ഞങ്ങൾ ശരിക്കും നല്ല ഫ്രണ്ട്സ് കൂടി ആയിരുന്നു. എൻ്റെ സ്വന്തം അമ്മ അല്ലാത്ത ഒരു കുറവും എനിക്ക് രേഖമ്മ വരുത്തിയിട്ടില്ല. അച്ഛനും രണ്ടാനമ്മയും എന്നെ ഒരു ചെറിയ കുട്ടി പോലെയായിരുന്നു എപ്പോഴും കണ്ടിരുന്നത്. ഇടയ്ക്ക് അവരുടെ കൂടെ നൈറ്റ് ഉറങ്ങാൻ നോക്കിക്കിടക്കും. ഒരു അടിപൊളി ലൈഫ് തന്നെയായിരുന്നു ഞങ്ങളുടേത്. ഒന്നിനും ഒരു കുറവും അച്ഛൻ വരുത്തിയിട്ടില്ല. അച്ഛൻ്റെ ആ ചെറിയ ബിസിനസ്സിൽ അമ്മയും ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കൊക്കെ മൂവി കാണാനും ബീച്ചിലുമെല്ലാം കറങ്ങാൻ പോകുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു ഞായറാഴ്ച ദിവസം ഒരു വെഡ്ഡിംഗ് ഫംഗ്ഷൻ കഴിഞ്ഞ് ബീച്ചിലൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തി. അച്ഛൻ കല്യാണ വീട്ടിൽ നിന്ന് തന്നെ അത്യാവശ്യം നന്നായി മെരുങ്ങിയിരുന്നു. ആ കാര്യത്തിൽ അമ്മയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. കാരണം അമ്മയും അത്യാവശ്യം ഒരു ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. കുറച്ച് ലേറ്റ് ആയിരുന്നു വീട്ടിലെത്താൻ. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഫ്രഷായി കിടക്കാനുള്ള തയ്യാറെടുപ്പുകളിലായി. അച്ഛൻ കുറച്ച് മിനിങ്ങിയാൽ പിന്നെ എന്നെയും രേഖമ്മയും ഇരട്ടിയായി സ്നേഹിക്കും. ഞാൻ കുളിച്ചു വന്നതും അച്ഛൻ എന്നെയും അവരുടെ റൂമിലേക്ക് വിളിച്ചു. അവരുടെ കൂടെ കിടക്കാനായി പറഞ്ഞു. അമ്മയും പറഞ്ഞു, നീ വാ, നമുക്ക് ഒരുമിച്ച് ഉറങ്ങാമെന്ന്. എനിക്കും അവരുടെ അടുത്ത് കിടക്കുന്നതിൽ ഒരു പ്രശ്നവും തോന്നിയിരുന്നില്ല. അങ്ങനെ ഞാൻ ബെഡിന്റെ ഒരു സൈഡിലും നടുവിലുമായി രേഖമ്മയും മറ്റേ അറ്റത്ത് അച്ഛനും കിടന്നു. അച്ഛൻ നന്നായി മിനിങ്ങിയതായതിനാൽ നല്ല മൂഡിൽ തന്നെ ആയിരുന്നു. അമ്മ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ പിച്ചുന്നത് ഞാൻ കണ്ടു. അമ്മ ഇടയ്ക്ക് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് കിടക്ക്, ഞാൻ മോൻ അടുത്തുള്ളതാ എന്നൊക്കെ. ഇടയ്ക്ക് അമ്മ എന്നൊരു ചെറിയ കുട്ടിയെ പോലെ തലോടി ഉറക്കിയ പോലെ ആയിരുന്നു. എൻ്റെ മുടിയിൽ തിളക്കെ തലോടി തന്നു. ആ സമയമൊന്നും എനിക്ക് രേഖമ്മയോട് ഒരു തരത്തിലുള്ള രീതികൾ ഒന്നും തോന്നിയിരുന്നില്ല. എനിക്കും അത് വലിയ ഇഷ്ടമായിരുന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും നല്ല ഉറക്കത്തിലായെന്ന് തോന്നുന്നു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രേഖമ്മയുടെ ചെറിയ മൂളൽ കേട്ടാണ് ഞാൻ പതിയെ കണ്ണു തുറക്കുന്നത്. അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, എൻ്റെ മനുഷ്യ ചെക്കൻ അടുത്തുണ്ട്, അവ അറിഞ്ഞ പിന്നെ അവൻ ഇനി രാവിലെ അറിയൂ, നീ നല്ല ഉറക്കാണമ്മ. ശരി ശരി, എന്നെക്കുറിച്ച് അവൻ എന്ത് വിചാരിക്കുക? എങ്ങാനും ഉണർന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കാനാ? നീ അതൊന്നും നോക്കണ്ട. മോനുള്ളത് കൊണ്ടല്ലേ നീ അവിടെ നിന്ന് ഒന്ന് കഴിക്കാതിരുന്നത്. ഇപ്പോൾ നിനക്ക് അതിനുള്ള കൊതിയുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ കൂടെ നീ എപ്പോഴും അടിക്കുന്നതല്ലേ, അതുകൊണ്ടാ. ശരി ശരി, വേഗം ആവട്ടെ. അങ്ങനെ അവർ തമ്മിലുള്ള കലാപരിപാടികൾ നടന്നുകൊണ്ടേയിരുന്നു. ഞാനതെല്ലാം വീക്ഷിച്ചു.
അവരറിയാതെ തന്നെ അച്ഛൻ പിന്നെയും പിന്നെയും രേഖമ്മയെ നിർബന്ധിക്കുകയായിരുന്നു. ഒന്ന് രണ്ട് കഴിഞ്ഞിട്ടും അച്ഛന് മതിയായിരുന്നില്ല. രേഖമ്മ മതിയായി എന്ന് പറഞ്ഞിട്ടും അച്ഛൻ പിന്നെയും ഒഴിച്ചു കൊടുക്കുകയായിരുന്നു. എന്റെ പൊന്നു മനുഷ്യ, അച്ഛക്കൻ്റെ അടുത്തുനിന്ന് തന്നെ വേണോ? അമ്മ ബോംബ് പൊട്ടിയാലും എനിക്കൊന്നും തോന്നുന്നില്ല. അവന് ഉറക്കം കണ്ടില്ലേ? നീ ഇതും കൂടി ഒന്ന് അടിക്കടി, എന്നാലേ നമുക്ക് ഉഷാറുള്ളൂ. ശരി ശരി എന്നും പറഞ്ഞ് രേഖമ്മ പിന്നെയും കഴിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെയും അവർ വീണ്ടും ആ കുപ്പി കാലിയാക്കിയതിന് ശേഷം അവർ കിടന്നു. പക്ഷെ അതിനുശേഷം എനിക്ക് ഒട്ടും ഉറക്കം വന്നില്ല. എൻ്റെ രേഖമ്മ അവരെക്കുറിച്ച് ഞാൻ ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റിയിരുന്നില്ല. രാവിലെയായി. അച്ഛൻ ജോലിക്ക് പോയിരുന്നു. ഞാൻ എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്ന് രേഖമ്മയുടെ പിന്നിലൂടെ ഹൗ എന്ന് പറഞ്ഞു ഞെട്ടിച്ചു. അസുഖം എനിക്ക് അപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞുപോയി. അച്ഛൻ പെട്ടെന്ന് ഒരു വൈറസ് പനി വന്ന് കിടപ്പിലായി. അത് പിന്നെ കുറച്ച് സീരിയസ് ആയി. പിന്നെ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. അതും കഴിഞ്ഞ് 2 വർഷങ്ങൾ കഴിഞ്ഞു. വീട്ടിൽ ഞാനും രേഖമ്മയും തനിച്ചായി. 1 വർഷത്തോളം രേഖമ്മ വീട്ടിൽ വിഷമിച്ചിരുന്നു. ഞാനും കുറേയൊക്കെ സമാധാനിപ്പിക്കും. പിന്നീട് അതൊക്കെ പുതുക്കി റെഡിയായിരുന്നു. അച്ഛൻ്റെ ബിസിനസ് ഞാനും രേഖമ്മയും നോക്കി നടത്താൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ രേഖമ്മയെ അങ്ങനെ സമാധാനിപ്പിക്കാറുണ്ടായിരുന്നു. എന്നാലും രേഖമ്മയെ കുറിച്ചുള്ള പഴയ ചിന്തകളൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് ഒട്ടും പോയിരുന്നില്ല. അങ്ങനെ അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛൻ്റെ ഡ്രസ് ഹോൾസെയിൽ ബിസിനസ് ഞാനും രേഖമ്മയും നോക്കി നടത്താൻ തുടങ്ങി. എൻ്റെ കോളേജ് വെക്കേഷൻ ആയതുകൊണ്ട് ഞാനും ഇടയ്ക്ക് ജോലി കാര്യങ്ങളിലെല്ലാം രേഖമ്മയെ ഹെൽപ്പ് ചെയ്യും. എന്നെ എപ്പോഴും ഒരു ചെറിയ കുട്ടിയെ പോലെയാണ് കാണുന്നത് അമ്മ. പുറത്തുള്ള ഡ്രസ് ഡീലേഴ്സിൻ്റെ അടുത്തൊക്കെ രേഖമ്മയും കൂടെ പോകാനും തുടങ്ങി. ഞങ്ങൾ ഡ്രസ്സ് കൊടുത്തിരുന്ന ചില ഷോപ്പിലെ ഓണർമാർ രേഖമ്മയുടെ നോക്കി വെള്ളം മുറക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കാരണം അത്തരത്തിലുള്ള വേഷമുള്ള രേഖമ്മ ഇട്ടിരുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ് നല്ലപോലെ നടക്കുന്നുണ്ടായിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന അമ്മ നൈറ്റിയാണ് വേഷം. അങ്ങനെ ഒരിക്കൽ രേഖമ്മ പറഞ്ഞു, അമ്മ ഡ്രസ്സിന്റെ പർച്ചേസ് ആവശ്യത്തിന് കോയമ്പത്തൂർ പോകണമെന്ന്. ഇനി ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ലാഭം കിട്ടും എന്നൊക്കെ പറയുകയുണ്ടായി. എനിക്ക് വെക്കേഷൻ ആയതുകൊണ്ട് ഞാനും ഫ്രീ ആയിരുന്നു. ഞാൻ ആലോചിച്ചപ്പോൾ ഡൽഹി നല്ലൊരു ഓപ്ഷനാണ്. ഒരു 1 വീക്ക് അമ്മയുടെ കൂടെ താമസിക്കാം എന്നൊക്കെ ആലോചിച്ചു. ഞാൻ ചുമ്മാ അമ്മയോട് പറഞ്ഞു, നമുക്ക് പർച്ചേസ് ഡൽഹിയിലാക്കിയാലോ? അവിടെ നല്ല ചീപ്പിൽ ഡ്രസ്സ് കിട്ടും. പിന്നെ പർച്ചേസ് കഴിഞ്ഞ് നമുക്ക് ഒന്ന് കറങ്ങാനും പോകാം. എനിക്ക് വെക്കേഷൻ ആണല്ലോ, ഒരു ടൂർ പോലെ ആകാമെന്ന് പറഞ്ഞു. ആദ്യം അമ്മയ്ക്കൊരു താല്പര്യമില്ലെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞ് അമ്മ ഓക്കെ പറഞ്ഞു. ഞാനും പറഞ്ഞു പർച്ചേസ് കഴിഞ്ഞ് അവിടെയുള്ള കമ്പനീസ് തന്നെ കാർഗോയിൽ നാട്ടിലെത്തിച്ച് തരും, നല്ല പ്രോഫിറ്റ് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു ഒപ്പിച്ചു. സത്യം പറഞ്ഞാൽ 2 ദിവസം രേഖമ്മയുടെ കൂടെ ഒന്ന് അടിച്ചു പൊളിക്കണം, പറ്റിയാൽ ഒന്ന് സന്തോഷിപ്പിക്കണം. അതൊക്കെയായിരുന്നു എൻ്റെ ചിന്തകൾ. അച്ഛൻ മരിച്ചതിൽ പിന്നെ അമ്മ ഒറ്റയ്ക്ക് തന്നെയാണ് കിടക്കുന്നത്. എനിക്ക് വേറെ റൂമോ? എന്തൊക്കെയായാലും ഒരു പെണ്ണ് ഒരുപാട് സന്തോഷങ്ങൾ ആഗ്രഹിക്കില്ലേ? ചിലപ്പോൾ അമ്മയുടെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ എനിക്കത് തോന്നാറുണ്ട്. ഞാൻ അപ്പോഴൊന്നും വലിയ മൈൻഡ് ആക്കിയിരുന്നില്ല എന്ന് മാത്രം. പക്ഷേ രേഖമ്മയ്ക്ക് അതിലൊക്കെ നല്ല താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അച്ഛനുണ്ടായിരുന്നപ്പോഴുള്ള ആഘോഷങ്ങളൊന്നും ഇപ്പോൾ രേഖമ്മയ്ക്ക് ഇല്ലല്ലോ. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ട്രെയിനെല്ലാം ബുക്ക് ചെയ്ത് ഡൽഹിയിലേക്ക് യാത്ര പുറപ്പെട്ടു. രേഖമ്മ നല്ല മോഡേൺ ചുരിദാറും ഞാൻ ഷോർട്ട്സ് ആൻഡ് ടീഷർട്ട്സുമായിരുന്നു എൻ്റെ വേഷം. ട്രെയിൻ യാത്രയിൽ രേഖമ്മയെ ഞാൻ നന്നായി ശ്രദ്ധിച്ചിരുന്നു. കാരണം ഡൽഹി എത്തുന്നവരിൽ പല ആളുകളും രേഖമ്മയെ നോക്കുന്നത് ഞാൻ കണ്ടു. എനിക്കതൊക്കെ കാണുമ്പോൾ കൂടുതൽ ദേഷ്യം വരും. പക്ഷേ മറ്റാളുകൾ നോക്കുമ്പോൾ രേഖമ്മയ്ക്ക് യാതൊരു കുസരവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ട്രെയിൻ അന്ന് ബുധനാഴ്ച രാവിലെ 6 മണിക്ക് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ അവിടെ ട്രെയിൻ ഇറങ്ങി. പിന്നീട് ഞങ്ങൾ ഫ്രഷ് ആവാനായി ഒരു ഹോട്ടൽ എടുത്തു. അവിടുന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. പർച്ചേസിങ്ങിനായി മാർക്കറ്റിലേക്ക് ഒരു ഊബർ എടുത്തു. അങ്ങനെ കുറെ ഡ്രസ് ഡീലേഴ്സിന്റെ അടുത്ത് പോയി വില വെച്ച് ഒരു വലിയ സ്റ്റോക്ക് തന്നെ ഒപ്പിച്ചു. എല്ലാം അവർ തന്നെ കാർഗോ അറേഞ്ച് ചെയ്യാമെന്നും പറഞ്ഞു. ഞങ്ങളെടുത്ത സാധനത്തിന്റെ പേയ്മെന്റ് എല്ലാം ഒപ്പിച്ചു കൊടുത്തു. 1 മാസത്തേക്ക് ബിസിനസ്സിന് വേണ്ട സ്റ്റോക്ക് തന്നെ ഉണ്ടായിരുന്നത്. ആ ദിവസം ഞങ്ങൾക്ക് എവിടെയും കറങ്ങാൻ പോകാൻ പറ്റിയില്ല. അങ്ങനെ ഈവനിങ് ആയപ്പോഴേക്കും അമ്മ എന്നോട് നല്ല റൂം നോക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ മെഡിക്കൽ ട്രിപ്പ് എടുത്ത് ഞാൻ നോക്കുമ്പോൾ ഡബിൾ ബെഡ്റൂം എല്ലാം നല്ല കോസ്റ്റ്ലി ആണ്. അമ്മയോട് കാര്യം പറഞ്ഞു. ഒരു റൂം കുറഞ്ഞ പ്രൈസിൽ നോക്കാൻ പറഞ്ഞു. AC നോക്കണമെന്ന് ചോദിച്ചു. കാരണം നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. സ്റ്റോക്ക് എല്ലാം എടുത്ത് പൈസ കുറവാണ് കയ്യിൽ, അതുകൊണ്ട് ചെറിയ പൈസ റൂം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു റൂം ബുക്ക് ചെയ്തു. ഹോട്ടൽ ടീം ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് ലൊക്കേഷൻ അയച്ചു തന്നു. ആ പ്രകാരം ഞങ്ങളുടെ ലഗേജ് എടുത്ത് ഊബറിൽ തന്നെ ഹോട്ടലിലെത്തി. ആദ്യം തന്നെ ഫുഡ് കഴിച്ചു. അപ്പോൾ നല്ലൊരു ആശ്വാസം തോന്നി. അതിനുശേഷം ഞങ്ങൾ റിസപ്ഷനിൽ നിന്ന് റൂം കീ മേടിച്ചു ഞങ്ങൾ റൂമിലെത്തി. നല്ല ചൂടായിരുന്നു. റൂം തുറന്നപ്പോൾ തന്നെ അമ്മ റൂം വളരെ ചെറുതാണല്ലേ? ബെഡും നല്ല ചെറുതാണ്. ഞാൻ ഒരു റൂം കൂടെ നോക്കണം. വേണ്ട മോനെ, കുഴപ്പമില്ല, ഇന്നത് മതി.
നാളെ നമുക്ക് അവനെ കുറിച്ചൊക്കെ നന്നായി നോക്കാം. ശരി അമ്മേ, നല്ല ചൂടാണ്, അമ്മയ്ക്ക് കിടക്കാൻ ബുദ്ധിമുട്ടാവോ? എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. എന്തെന്നാൽ ആ സമയം കേരളത്തിൽ അത്രയ്ക്ക് ചൂടില്ലായിരുന്നു. ഡൽഹി മേലെ ക്രൗഡഡ് വാഹനങ്ങളല്ല, അതിനാൽ ഒരു ചൂട് കൂടുതലുള്ള പോലെ തോന്നി. നന്നായി കുളിക്കപ്പോൾ ശരിയാവും. ശരിയമ്മ. അതും പറഞ്ഞ് രേഖമ്മ ബാഗിൽ നിന്നും എന്തൊക്കെയോ എടുക്കാനായി ഒന്ന് കുനിഞ്ഞു. അപ്പോഴാണ് 2 വലിയ തണ്ണിമത്തനുകൾ അമ്മ വാങ്ങിച്ചിട്ടുള്ള കാര്യം ഞാൻ ഓർത്തത്. ഞാൻ അമ്മ കടന്നു വരെ നോക്കിയിരുന്നു. അങ്ങനെ ഡ്രസ്സെല്ലാം എടുത്ത് അമ്മ ബെഡിൽ വെച്ചു. അമ്മ നല്ല മോഡേൺ ഡ്രസ്സൊക്കെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ടല്ലേ? ഇതൊന്നും വീട്ടിലിട്ടില്ലായിരുന്നല്ലോ. ഇല്ല മോനെ, ഇതൊക്കെ കുറച്ചും അച്ഛൻ ടൂർ പോയി വരുമ്പോൾ കൊണ്ടുവന്നായിരുന്നു. ഇട്ടിട്ടില്ല ഇതുവരെ. ഇടയ്ക്ക് രാത്രികൾക്ക് മാത്രം റൂമിലിടും. ഇതൊക്കെ അമ്മയ്ക്ക് ഇട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. വീട്ടിലിടാം, ഞാനൊന്ന് പോയിട്ട് പറഞ്ഞു. ഓ, എന്തായാലും വീട്ടിലിടാൻ മോനെ. ഞാനതൊന്ന് എടുത്തു നോക്കി. അത് നല്ല സ്മൂത്തായിരുന്നു. തൊടാൻ തന്നെ നല്ല സുഖവും ഉണ്ടായിരുന്നു. അമ്മ കുളിച്ചു വരാന്ന് പറഞ്ഞാൽ ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ പോയി. ഞാൻ ആ സമയം അവിടെ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ചെക്ക, നീ എന്ത് കണ്ടിരിക്കാണ്? പെട്ടെന്ന് കുളിച്ചു വാ. അങ്ങനെ ഞാൻ ബാത്റൂമിൽ കയറി നന്നായി കുളിച്ചു. അപ്പോഴും നല്ല ചൂടാണ്. എൻ്റെ ശരീരം നന്നായി വേർത്തിട്ടുണ്ട്. ജിമ്മിൽ പോകുന്ന കാരണം എല്ലാം നന്നായി എടുത്ത് കാണാം. അമ്മ നല്ല ചൂടാണല്ലേ, എങ്ങനെ ഇവിടെ കിടന്നുറങ്ങും? വീട്ടിലാണെങ്കിൽ ഡ്രസ്സെല്ലാം അഴിച്ചു വെച്ച് കിടക്കായിരുന്നു. ഇതിപ്പോൾ ഒരു ബെഡല്ലേ, എനിക്ക് ഉറങ്ങാൻ പറ്റും തോന്നുന്നില്ല. എനിക്കും ഈ ഡ്രസ്സൊക്കെ ആയതുകൊണ്ട് ചെറിയ ആശ്വാസമുണ്ട്. നൈറ്റാണെങ്കിൽ ഉറങ്ങാൻ പ്രയാസമാകും. ഞാൻ നോക്കുമ്പോൾ രഗമ്മയുടെ ഒരു വിയർക്കുന്നുണ്ടായിരുന്നു. അമ്മ, എനിക്ക് ഡ്രസ്സ് ഇട്ടാൽ ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല. ഞാൻ താഴെ കിടക്കാൻ കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല, നീ ലൈറ്റ് ഓഫ് ചെയ്ത് കയറി കിടക്ക്. നിനക്ക് ഉറങ്ങാൻ പറ്റുന്ന പോലെ കിടക്ക്. എനിക്ക് സന്തോഷമായി. സത്യത്തിൽ എൻ്റെ സുഖം ഞാൻ എങ്ങനെ പറയുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ വലിയ ലൈറ്റ് ഓഫ് ചെയ്ത് 0 വാട്ട് ലൈറ്റ് ഓൺ ചെയ്ത് കിടക്ക്. ഞാൻ അങ്ങനെ ചെയ്തു. എന്നിട്ട് ബെഡിലിരുന്നു. എൻ്റെ അടുത്തിരുന്ന് തോർത്തും ഒക്കെ മാറ്റി വെച്ച് ഞാൻ കിടന്നു. ഒരു ചെറിയ വെളിച്ചത്തിൽ എന്നെ നന്നായി രേഖമ്മയ്ക്ക് കാണാമായിരുന്നു. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞും പറഞ്ഞും കിടക്കുകയായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ രേഖമ്മയും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി രേഖമ്മ? ഒട്ടും ഉറക്കം വരുന്നില്ലടാ. എന്താ രേഖമ്മ അങ്ങനെ? എനിക്കറിയുന്നില്ല, ഒട്ടും എനിക്ക് പറ്റുന്നില്ല. എങ്കിൽ ഞാനൊരു സാധനം തരട്ടെ എന്നും പറഞ്ഞ് ഞാൻ ബാഗ് തുറന്നു അത് കാണിച്ചു കൊടുത്തു. അത് കണ്ടത് രേഖമ്മ ഒന്ന് ഞെട്ടി. ഇത് എനിക്കറിയാമല്ല. രേഖമ്മ ഇങ്ങോട്ട് ഇരിക്ക്, ഞാൻ എല്ലാം ശരിയാക്കി തരാം. അങ്ങനെ ഞങ്ങൾ ഒഴിച്ച് 2 എണ്ണം അടിച്ചു. 2 അടി കഴിഞ്ഞപ്പോഴേക്കും രേഖമ്മ വല്ലാതെ ഉന്മേഷവതിയായിട്ടാണ് ഞാൻ കാണപ്പെടുന്നത്. പക്ഷെ ശരിക്കും തളർന്നു പോയിരുന്നു. രേഖമ്മ ആഗ്രഹിച്ച പോലെ അന്ന് എല്ലാം നടന്നു. അങ്ങനെ രേഖമ്മ ആ രാത്രി ഒത്തിരി സന്തോഷവതിയോടെ പിന്നോട് കിടന്നുറങ്ങി. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ ഒരു ആഘോഷം തന്നെയായിരുന്നു. രേഖമ്മയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പിന്നെ ഞാൻ ചെയ്തു കൊടുക്കുകയായിരുന്നു, അവരുടെ മനസ്സറിഞ്ഞ പോലെ. അപ്പോൾ നമ്മുടെ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകില്ലല്ലോ. ഇതിൻ്റെ നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.